ഹലോ. അപ്പോൾ സൺഡേ ആയിട്ട് എല്ലാവർക്കും എന്താ പരിപാടി? ഓൾമോസ്റ്റ് എല്ലാവർക്കും റെസ്റ്റ് ആയിരിക്കല്ലേ. ഞങ്ങൾ രാവിലെ എണീറ്റ് കേട്ടോ. വേറെ ഒന്നുമല്ല, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമല്ലോ. എൻ്റെ കൂടെ ആകെ എണീക്കുന്ന ഇവള് മാത്രമേ ഉള്ളൂ കേട്ടോ. രാവിലെ ഞാൻ എപ്പോൾ അത് സൺഡേ ഒന്നുമില്ല, ഏത് ഡേ ആയാലും ഞാൻ എപ്പോൾ എണീറ്റാലും എൻ്റെ കൂടെ എണീറ്റ് വന്നോളും. പിന്നെ അടുക്കളയിൽ കിടന്ന് കാഴ്ചയൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ ശല്യമില്ല, അത് വേറൊരു സത്യം. ഞാൻ പിന്നെ സോയ ചങ്ക്സിൻ്റെ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അന്ന് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലല്ലോ പുലാവ് ഉണ്ടാക്കിയപ്പം. സത്യത്തിൽ ഈ ഒരു സംഭവം എനിക്ക് മാത്രമേ ഈ വീട്ടിൽ ഇഷ്ടമുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചങ്ങ് ഉണ്ടാക്കിയേക്കാമെന്ന്. എന്നും ഒരേ ദോശയൊക്കെ തന്നെയല്ലേ കഴിക്കുന്നതെന്ന് വിചാരിച്ചു. ഈ കണ്ണപ്പനെ ഞാൻ തറയെ കിടത്തതാണ് കേട്ടോ. ഇപ്പം നീന്തിങ്ങ് വെളിയെത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പം എൻ്റെ കൂടെ കിടന്നാൽ കളിക്കും കുറേ നേരം അടുക്കളയിൽ. അവിടെ എനിക്ക് വലിയ ശല്യമില്ല കേട്ടോ. അങ്ങനെ കറിക്കുള്ളതൊക്കെ ഓൾമോസ്റ്റ് സെറ്റാക്കി വെച്ചു. ഒരു യൂട്യൂബ് റെസിപ്പി നോക്കിയാണ് ഉണ്ടാക്കുന്നത്. സത്യത്തിൽ ഈ സംഭവം അങ്ങനെ ഉണ്ടാക്കാത്തതുകൊണ്ട് ഞാൻ കൂടുതലും സലാഡിലിട്ടാണ് കഴിക്കാറുള്ളത്. അപ്പോൾ എനിക്ക് വല്ലതും അറിയത്തില്ല. ഞാൻ പിന്നെ യൂട്യൂബ് നോക്കിയപ്പം പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ എങ്ങനെ ഉണ്ടാകുന്ന കൃത്യം ഉണ്ടാക്കി നോക്കുക. ഒരു സൈഡ് ചപ്പാത്തിക്കും കുഴയ്ക്കുന്നുണ്ട്. ആദ്യം അപ്പോഴേക്കും ഉറക്കണിട്ടൊക്കെ വന്നു കേട്ടോ. അങ്ങനെ അവിടെ ആങ്ങളെയും ഞങ്ങളോട് കളിക്കും. ആദ്യം പിന്നെ ഇച്ചിരി കളിപ്പിച്ചങ്ങ് പോകും. ആദ്യക്കിപ്പോൾ ഭയങ്കര മടിയാണ് കളിപ്പിക്കാൻ. കാര്യം അവൾ കളിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവളുടെ കൂടെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഞാനപ്പോഴത്തേക്ക് കറിയൊക്കെ ഓൾമോസ്റ്റ് സെറ്റാവാറായി. ഈ നമ്മുടെ സവോളയും തക്കാളിയും പച്ചമുളകും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഇതാക്കിയിട്ട് അതിനകത്തോട്ട് നമ്മുടെ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും ഇതൊക്കെ ഞാൻ ഇട്ടായിരുന്നു. പക്ഷെ എനിക്ക് ഫുൾ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ ഇടുന്ന് ഇളക്കി വെച്ചു. ചപ്പാത്തി ഇവിടെ ഒരു സെറ്റാക്കി വെക്കുന്നുണ്ട്. ഞങ്ങൾ 3 പേരെ ഉള്ളതുകൊണ്ട് കുറച്ച് എണ്ണം മതി. എന്നാലും ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, രാത്രിത്തെ കൂടെ എടുക്കാമല്ലോ. അപ്പോൾ എനിക്ക് രാത്രി റെസ്റ്റ് എടുക്കാം. അങ്ങനെ അതെല്ലാം സെറ്റാക്കി വെച്ച് അവിടെ എല്ലാം ക്ലീനാക്കി. എന്നിട്ട് ഞാൻ വീണ്ടും നമ്മുടെ കണ്ണപ്പനെ എടുത്ത് പൊസിഷൻ മാറ്റി കിടത്താമെന്ന് വിചാരിച്ചു കേട്ടോ. വേറെ ഒന്നുമല്ല, താഴെ കിടന്ന് ആശാൻ എങ്ങും എടുത്തു. പിന്നെ ഞാൻ എടുത്ത് മോളിൽ കൊണ്ട് കിടത്തി. ഇപ്പോൾ പുതിയ സ്ഥലം ആസ്വദിക്കും ആശാൻ. ഇപ്പോഴത്തേക്ക് ലിനേശ്വരി എണീറ്റ് വന്ന്. അപ്പം ഞാൻ പിന്നെ കണ്ണപ്പനെയും കൊണ്ട് കൊടുത്തു. പാവ എപ്പോഴും അടുക്കളയിലല്ലേ. പിന്നെ ഞാൻ ആ കറിക്കുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ പേസ്റ്റാക്കി വെച്ചിട്ട് നമ്മൾ പൊടിയൊക്കെ ഇട്ട് മുപ്പിച്ച് വെച്ചില്ലായിരുന്നോ, അത് പേസ്റ്റാക്കി വെച്ച് അതിനകത്തോട്ട് കുറച്ചുകൂടി ഗരം മസാല ഉപ്പ് ഇട്ടായിരുന്നു ഞാൻ. പിന്നെ നമ്മുടെ വേവിച്ചിട്ട് സോയ ചങ്ക്സ് എടുത്താൽ കിട്ടും. അപ്പോൾ ഇളക്കി മിക്സാക്കി വെച്ചു. സംഭവം കൊള്ളാം. കസൂരി മേത്തിയും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയേനെ. പിന്നെ കുറച്ച് ചായ ഇട്ട് വെച്ചു. ചായ ഇവിടെ ലിനേഷേട്ടനും ആദ്യം മാത്രം മതി, ഞാൻ കുടിക്കാറില്ല. പിന്നെ ഞാൻ അതെല്ലാം സെറ്റാക്കി വെച്ചെല്ലാം ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനും കഴിക്കും. ഞായറാഴ്ച ഇവരെല്ലാം താമസിച്ചേ കഴിക്കും. ഒരാളവിടെ നടന്ന് വരുന്നുണ്ട്. വീഡിയോ കോൾ ആകുമ്പോൾ നോക്കിയതാണ്. വീഡിയോ കണ്ടപ്പോൾ ചിരിച്ചിട്ട് പോയി കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.